നമുക്ക് പറയാവുന്നത് വി ആർ ഓൾ ഗാന്ധി ഭക്ത്സ് എന്നാണ്. ഗാന്ധി ഭക്തന്മാർ എന്ന് മാത്രമേ നമ്മൾ പറയാവൂ എന്നാണ് അദ്ദേഹം മരണം വരെ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്? ഒരു പിടി ഉപ്പ് വാരിക്കൊണ്ട് ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അടിക്കല്ലിളക്കിയ ആളാണ് ഗാന്ധിജി എന്ന് നമുക്കറിയാം. സരോജിനി നായിഡുവാണ് അതിന് സാക്ഷിയെന്ന് നമുക്കറിയാം. ലോകത്ത് ഇന്നു വരെ ഒരു നേതാവും സമൂഹത്തിൽ ഏറ്റവും വില കുറഞ്ഞ കമ്മോഡിറ്റി, ഏറ്റവും വില കുറഞ്ഞ കമ്മോഡിറ്റി കൊണ്ട് ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അടുക്കലാണ് തകർത്ത് കളഞ്ഞത്. അതായിരുന്നു ഗാന്ധിജിയുടെ മഹത്വത്തിൻ്റെ അളവുകോലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വെറും ചർക്ക വെച്ച് അദ്ദേഹം ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസിനെ മുഴുവൻ വെല്ലുവിളിച്ചു. വിദേശ വസ്ത്ര ബഹിഷ്കരണം വഴി ഈ രാജ്യത്തെ ഏറ്റവുമേറെ വിറ്റഴിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ പ്രോഡക്ട്സിനെ മുഴുവൻ അദ്ദേഹം പുറത്താക്കി എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ഖാദി നമുക്ക് ആരാധ്യമായത്. ഹിന്ദു മുസ്ലിം സംഘടന കാലത്ത് 1946-47 കൽക്കട്ടയിലെ തെരുവോരത്ത് പട്ടിണി കിടന്നാണ് ഗാന്ധിജി സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരുന്ന 2 വ്യത്യസ്ത സമുദായങ്ങളിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റിയത്. അദ്ദേഹമാണ് പട്ടിണി കിടന്നത്. സ്വയം പട്ടിണി കിടന്നാണ് അദ്ദേഹം സംഘടന രംഗത്തുണ്ടായിരുന്നവരുടെ മനസ്സ് മാറ്റി അവിടെ സമാധാനത്തിൻ്റെ സന്ദേശം നൽകിയത്. അപ്പോഴാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ നെഹ്റുവിനോട് പറഞ്ഞത്, I have 7 platoons of soldiers and a few battalions in the Lahore border. ലാഹോർ അതിർത്തികളിൽ എനിക്ക് ഒട്ടേറെ പ്ലാറ്റൂൺസ് ഓഫ് ആർമി മെൻ ഉണ്ട്. ബട്ട് പീസ് സീംസ് ഫാർ അവേ ദെയർ. പക്ഷെ അവിടെ സമാധാനം വളരെ അകലെയാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. But I have a single soldier in Calcutta whose name is Gandhi, and he has brought peace by his sacrifice within a week. ഇത് മൗണ്ട് ബാറ്റൺ പ്രഭു പറഞ്ഞ സാക്ഷ്യമാണ്. ഇതായിരുന്നു ഗാന്ധിജി. ഈ ഗാന്ധിജിയാണ് നമ്മൾ എത്രയോ കാലമായി തമസ്കരിക്കുന്നത്. ഗാന്ധിജിക്ക് അപ്പുറത്തൊരു സൂര്യൻ നമുക്കില്ല. ഒരു സൂര്യനും രാഷ്ട്രീയത്തിൽ ഉണ്ടാവാനുമില്ല, ഉണ്ടാവുകയുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് നെഹ്റു ആണെന്ന് നമുക്കൊക്കെ അറിയാം. അഴീക്കോട് മാസ്റ്റർ കോൺഗ്രസിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ പ്രസംഗിച്ചിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനന്ന് പാലായിൽ 21ാമത്തെ വയസ്സിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി. ഞങ്ങളൊക്കെ ആ ക്ലാസ്സുകൾ ഇരുന്നതാണ്. അദ്ദേഹം അപ്പോൾ പറയും, ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് നെഹ്റു ആണ്, അതാണ് സത്യം. പക്ഷേ യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്തിയത്, വൺ ഹു ഡിസ്കവേർഡ് ഇന്ത്യ in its true sense, it was Gandhi. അതാണ് എഴുതിയത് നെഹ്റുവാണ്, കണ്ടെത്തിയത് ഗാന്ധിയുമാണ്. അതുകൊണ്ടാണ് ഈ ഗാന്ധി നെഹ്റു കോമ്പിനേഷൻ എന്ന് പറയുന്നതിനെ നമ്മളൊരു ഗോൾഡൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് വാസ് എ ഗോൾഡൻ കോമ്പിനേഷൻ, ഇറ്റ് വിൽ സ്റ്റിൽ റിമെയിൻ എ ഗോൾഡൻ കോമ്പിനേഷൻ. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ കുറച്ചുകൂടി ശബ്ദത്തിൽ പറയേണ്ട കാലമായി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അഴീക്കോട് മരിക്കുന്നതുവരെ, മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ
ഗാന്ധിജി ആയിരുന്നു ഏറ്റവും ആരാധനാമൂർത്തിയായി നിന്നിരുന്നത്. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം നെഹ്റുവിൻ്റെ ആരാധകനുമായിരുന്നു എന്നുള്ളതാണ്. 100 വർഷം മുമ്പ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നതല്ല ഗാന്ധിജിയുടെ മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ അടിമുടി മാറ്റിമറിച്ചു എന്നുള്ളതാണ്. നമ്മൾ പറയുമല്ലോ, ടോട്ടലി മേക്കിംഗ് എ ചേഞ്ച്. ആ വ്യത്യസ്തതയാണ് ഗാന്ധിജി കോൺഗ്രസ്സിലുണ്ടാക്കിയത്, സ്വാതന്ത്ര്യ സമരത്തിലുണ്ടാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൗധങ്ങളിലിരുന്ന കോൺഗ്രസ്സിനെ ജനകീയ പ്രസ്ഥാനമാക്കിയത് ഗാന്ധിജിയാണ്. He brought the Congress to the streets. കോൺഗ്രസിനെ വഴിയിലേക്ക്, പൊതുവഴിയിലേക്ക് കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. Till the time of Gandhi, it was just like a board of directors of a company or corporation. ഗാന്ധിജി കോൺഗ്രസിനെ മാറ്റിയത് എങ്ങനെയാണ്? അതിനെ സത്യത്തിൻ്റെ കാവലാളാക്കിക്കൊണ്ടാണ്, ആദർശത്തിൻ്റെ അടയാളമാക്കിക്കൊണ്ടാണ്. ട്രൂത്ത്, ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞ ഗാന്ധി തന്നെയാണ് പിന്നീട് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് മാറ്റി പറഞ്ഞത്. സത്യത്തിനപ്പുറത്ത് ഗാന്ധിജിക്ക് ഒരു ദൈവമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഗാന്ധിജി തന്നെ സത്യമായിരുന്നു എന്നും ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് സത്യത്തിലായിരുന്നുവെന്നും ഈ രാജ്യത്തിൻ്റെ അടിത്തറ സത്യത്തിലായിരിക്കണമെന്നും ഗാന്ധിജി ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. അതിനെ ആദർശത്തിൻ്റെ, അഹിംസയുടെ, സത്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ എല്ലാം അടയാളമാക്കി ഗാന്ധി. ദാറ്റ് വാസ് ഹിസ് ഗ്രേറ്റ്നെസ്. നേരത്തെ ഇവിടെ ഗാന്ധി തൊപ്പിയെപ്പറ്റി പറഞ്ഞു. എനിക്കതൊരു വൈകാരികമായ കാര്യം കൂടിയാണ്. എൻ്റെ പിതാവ് 56-ാമത്തെ വയസ്സിൽ ഹൃദയാഘാതം കൊണ്ട് മരിച്ചതാണ്. പക്ഷെ മരിക്കുന്നതിന് അദ്ദേഹത്തിനൊരു പക്ഷെ ഉള്ളിൽ സം ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്ത ശിഷ്യനായിരുന്നു പ്രൊഫസർ KM ചാണ്ടി. രാഷ്ട്രീയ ശിഷ്യനായിരുന്നു. മീനച്ചിൽ താലൂക്ക് സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ ആദ്യം പ്രസിഡൻ്റ് എൻ്റെ പിതാവും സെക്രട്ടറി PT ചാക്കോയുമായിരുന്നു. PT ചാക്കോ കോട്ടയത്തേക്ക് വക്കീൽ പ്രാക്ടീസ് മാറ്റുമ്പോൾ പകരം വന്നത് KM ചാണ്ടി സാറാണ്. ചാണ്ടി സാർ ഓണേഴ്സ് പാസ്സായി വന്നതേ ഉള്ളൂ, 22 വയസ്സ്. എത്രയോ തവണ ജയിലിൽ പോയി. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിയമസഭയിലും വന്നു, ഏറ്റവും പ്രായം കുറഞ്ഞ MLA. ചാണ്ടി സാറിനോട്, ദേവൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു പാലാ കോളേജിൽ, എൻ്റെയും രാഷ്ട്രീയ ഗുരുവാണ്. ചാണ്ടി സാറിനോട് പറഞ്ഞു, ചാണ്ടി, ഞാൻ എപ്പോഴെങ്കിലും, അങ്ങനെയാണ് പറഞ്ഞത്, എപ്പോഴെങ്കിലും മരിക്കുമല്ലോ, ഞാൻ മരിച്ചിട്ടേ ചാണ്ടി മരിക്കൂ. ഞാൻ മരിക്കുമ്പോൾ, എന്നെ പള്ളിയിൽ അടക്കുമ്പോൾ എൻ്റെ തലയിൽ ഗാന്ധി തൊപ്പി ഉണ്ടാവണം എന്നാണ്. ഗാന്ധി തൊപ്പി വെച്ച് മൃതശരീര പേടകത്തിൽ കിടക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഫോട്ടോയാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആൽബത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് ഞാൻ വിചാരിക്കും. അതായിരുന്നു ഗാന്ധി തൊപ്പി ഒരു കാലത്തെ കോൺഗ്രസ്സുകാരൻ്റെ വികാരമായിരുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ അത് പറഞ്ഞല്ലോ നമ്മൾ. ഇപ്പം നമ്മളത്, നേതാക്കന്മാരാരും തൊപ്പി വയ്ക്കുന്നില്ല. നമ്മൾ എന്നിട്ടത് സേവാദളുകാരൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. സത്യമല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം. സേവാദളുകാരൻ്റെ തലയിൽ ഗാന്ധിത്തൊപ്പി വെച്ചിട്ട് നമ്മൾ ഗാന്ധിത്തൊപ്പി ഊരി, എന്നിട്ട് അവരെ DCC ഓഫീസുകളിലെ, എറണാകുളത്ത് ഒഴിവാക്കിയാണ് ഞാൻ, ഇവിടെ നിന്നല്ലേ പറയുന്നു,
അവരെ DCCയുടെ ചൗക്കിദാരന്മാരാക്കി. മാറ്റം നമുക്ക് അവിടെയാണ് തുടങ്ങേണ്ടത്. ഈ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ മാറ്റമാണ്, മനോഭാവത്തിൻ്റെ മാറ്റമാണ്. ആ മാറ്റം വരുമ്പോൾ കോൺഗ്രസ്സിലും മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺഗ്രസ്സുകാരല്ലാത്ത ജനങ്ങളുടെ മനസ്സിലും മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നിലയിലാണ് നമ്മൾ ഈ ഗാന്ധി ദർശൻ എക്സിബിഷൻ ഉണ്ടല്ലോ, ഇത്രയും ആളുകൾ ഇന്ന് വർക്കിംഗ് ഡേ ആണെന്ന് നമുക്കറിയാം. ഞാൻ പ്രതീക്ഷിച്ചില്ല. സംഘാടക വൈദഗ്ധ്യം തീർച്ചയായിട്ടും അതിൽ പിന്നിൽ ഞാൻ കാണുന്നു. ഗാന്ധിജി മുകളിൽ ഇരുന്ന് ഷിയാസിനെയും ദിലീപ് കുമാറിനെയും ഒക്കെ നോക്കി ചിരിക്കുന്നുണ്ടാവും. ഇവരെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ ഇത്രയും ആളെ നട്ടുച്ചയ്ക്ക് എറണാകുളത്ത് വിളിച്ചു കൂട്ടിയല്ലോ. ഗാന്ധിജിയെ ഓർക്കാൻ ഈ നട്ടുച്ചയ്ക്കും ഇത്രയും ആളുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷം ചില്ലറ സന്തോഷമായിരിക്കുകയില്ല ഗാന്ധിജിക്കും കൊടുക്കുന്നത്. അദ്ദേഹം നെഹ്റുവിനെ വിളിച്ചും പട്ടേലിനെ വിളിച്ചും അത് പറയുമെന്ന് നമുക്ക് വിശ്വസിക്കുക. ഇങ്ങനെയുള്ളവരിപ്പോൾ എറണാകുളത്ത് കുറേ കോൺഗ്രസ്സുകാരുണ്ട് എന്ന് തീർച്ചയായും ഗാന്ധി നെഹ്റുവിനോടും പട്ടേലിനോടും പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു വർഷം മുമ്പ് ഗാന്ധി വിചാരവേദിയുടെയും ദർശൻ വേദിയുടെയും ഇവിടുത്തെ സബർമതി വിദ്യാകേന്ദ്രത്തിൻ്റെയും റിസർച്ച് സെൻറ്ററിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള ഒരു മീറ്റിങ്ങിന് വന്നിരുന്നു. അന്നും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഹാള് തിങ്ങി നിറഞ്ഞ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എറണാകുളത്ത് കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്നതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എറണാകുളത്തിൻ്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കും. തീർച്ചയായിട്ടും ഖാദിയെക്കുറിച്ചും പറയാതെ നമുക്ക് പോകാൻ നിവൃത്തിയില്ലല്ലോ. ഖാദി നമുക്ക് ഒരു കാലത്ത് ഒരു ആരാധ്യ വസ്തുവായിരുന്നു. നമ്മുടെ വസ്ത്രം മാത്രമല്ല, ഒരു ആരാധ്യ വസ്തുവുമായിരുന്നു. ഇപ്പോൾ എന്താണ്? നമ്മൾ ഖാദിയെയും കോർപ്പറേറ്റ് ആക്കി. അതല്ലേ സത്യം? ഇപ്പോൾ ഖാദിയുടെയും ലിനൻ്റെയും വില ഒന്നാണ്. നിങ്ങൾക്കറിയാം, വിലയിൽ വ്യത്യാസമില്ല രണ്ടിനും. അത് ലിനൻ്റെ വില കുറഞ്ഞതുകൊണ്ടല്ല, ഖാദിയുടെ വില കൂട്ടിയിട്ടാണ് ഖാദിയെ കോർപ്പറേറ്റ് ലെവലിലേക്ക് നമ്മൾ മാറ്റിയത്. ഇവിടെ സർവ്വതിനും വില ഉയരുന്ന രാജ്യത്ത് വില ഇടിഞ്ഞത് രാഷ്ട്രീയത്തിന് മാത്രമാണ് എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. വില ഇടിഞ്ഞു പോയത് അവിടെയാണ്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയേണ്ടി വരുന്നത്? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കന്മാരൊക്കെ വാട്ട് വാസ് ദെയർ ഇൻറ്റഗ്രിറ്റി ലെവൽ? അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളോടും എന്നോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും മറന്നുപോയി. ഗാന്ധിജിയാണ് അക്കാമ ചെറിയാനെ ഹിയർ കംസ് എ ഝാൻസി റാണി ഫ്രം ട്രാവൻകൂർ എന്ന് പറഞ്ഞത്. ഗാന്ധിജി കൊടുത്ത പദവിയാണ്. എപ്പോഴാണ്? 28ാമത്തെ വയസ്സിൽ തനിക്കുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി സ്കൂളിലെ ഹെഡ് മിസ്റ്റർ പദവി രാജിവെച്ച് സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ ചേർന്ന് 1,00,000 സ്റ്റേറ്റ് കോൺഗ്രസ് വോളണ്ടിയർമാരുടെ ജാഥ തിരുവനന്തപുരത്ത് രാജകൊട്ടാരത്തിലേക്ക് നയിച്ച് രാജകൊട്ടാരം വളഞ്ഞ് ഇംഗ്ലീഷുകാരനായ പോലീസ് കമ്മീഷണർ വന്ന്, മിസ് ചെറിയാൻ, if you are not dispersing your crowd, I will be forced to fire at them എന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ കമ്മീഷണർ, ജീപ്പിൽ അവർ എഴുന്നേറ്റ് നിന്നു, തുറന്ന ജീപ്പിൽ, മിസ്റ്റർ കമ്മീഷണർ, you will be able to fire at even a single satyagrahi of mine unless you first fire at me എന്ന് പറഞ്ഞപ്പോഴാണ്
കമ്മീഷണർ അവിടെ നിന്ന് പോയി രാജകൊട്ടാരത്തിലെത്തി രാജാവിനോട് ഇവരെ പിരിച്ചുവിടാൻ നിവൃത്തിയില്ല, ബെറ്റർ ദാറ്റ്, അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുത്തു, ബെറ്റർ ദാറ്റ് യു മേക്ക് എ പ്രൊക്ലമേഷൻ. അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? നിയമവിരുദ്ധമായി പട്ടംതാണുപിള്ള ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തടവിൽ വെച്ചു, അവരെ വിട്ടയക്കണമെന്നതാണ്. ശ്രീചിത്തിര തിരുനാളിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. തൻ്റെ പ്രജകളെ കൊന്നൊടുക്കിയിട്ട് നിയമം വേണ്ട എന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കാൻ 3 മണിക്കൂർ സമയമേ അക്കാമച്ചെറിയാൻ എടുത്തുള്ളൂ. പക്ഷേ നമുക്കൊരു സങ്കടമുണ്ട്. ഈ കേരളത്തിലാണ് ഇന്നേ വരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാവാത്തത്. ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത്, യു പിയിലും ബീഹാറിലും ഒക്കെ വനിതാ മുഖ്യമന്ത്രിമാർ വന്നു. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇന്ന് വരെ വന്നിട്ടില്ല. വരേണ്ടവരൊക്കെ കാലയവനികയ്ക്ക് മറഞ്ഞുപോയി എന്ന് ഇപ്പം നമ്മൾ പറയും. അതിപ്പോൾ ഉള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കാതിരിക്കാനുള്ള നമ്മുടെ ഒരു തന്ത്രമായി വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അതാണല്ലോ, കോൺഗ്രസ്സുകാരോളം തന്ത്രം അറിയാവുന്നവരുമില്ല, സത്യം അറിയാവുന്നവരുമില്ല, തന്ത്രം അറിയാവുന്നവരുമില്ല. അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമാണ്. ഇവിടെയാണത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോട്ടയത്തെ ഒരു ട്രേഡ് യൂണിയൻ മീറ്റിങ്ങിൽ പറഞ്ഞു, വളരെ സാന്ദർഭികമായി നർമ്മം കലർത്തി പറഞ്ഞതാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്കിലും UDF ജയിക്കാനും ഒരു വനിത മുഖ്യമന്ത്രിയാകാനുമുള്ള ഏക സാധ്യത പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് വിടാതെ എറണാകുളത്ത് നിന്ന് നിയമസഭയിലേക്ക് വിടുന്നത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. അവരെവിടെ നിന്നാലും ജയിക്കുമെന്ന് നമുക്കറിയാം. എറണാകുളത്തായാലും വയനാട്ടിലായാലും കോട്ടയത്തായാലും പാലായിലായാലും ഒക്കെ ജയിക്കും, എവിടെ നിന്നാലും ജയിക്കും. ഇതപ്പോൾ പലരുടെയും ഭാവി സരീഖ് സാർ വന്ന് തകർത്തു എന്നാരും എന്നോട് പരാതി, ഞാനതൊരു നർമ്മം കലർത്തി അവിടെ പറഞ്ഞു പോയതാണ്. ഇപ്പോഴും ഞാനത് പറയുന്നത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു വിഷയമാക്കാൻ വേണ്ടി മാത്രമാണ്. അക്കാമച്ചെറിയാനെപ്പറ്റി ഞാൻ പറഞ്ഞു. ഈ അക്കാമച്ചെറിയാനെ ഞാൻ 72-ൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ കണ്ടത് എൻ്റെ അമ്മ എന്നെ അവരുടെ അടുത്ത് പറഞ്ഞു വിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം വന്നപ്പോൾ ക്ഷണിക്കാനാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ചെന്ന് ചിറക്കടവിൽ പോയി, ചിറക്കടവിൽ അന്വേഷിച്ചാണ് അവരുടെ വീട് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, അവർ വലിയ ഭൂജന്മിയുടെ മകളായിരുന്നു. ആ സ്വത്ത് മുഴുവൻ, അവരുടെ വീതം മുഴുവൻ കോൺഗ്രസ്സിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ച സ്ത്രീയാണ്. ഞാൻ ചെല്ലുമ്പോൾ അവർ താമസിക്കുന്നത് വെട്ടുകല്ലുകൊണ്ട് കെട്ടി പെയിൻറ്റ് പോലും പൂശാത്ത ഭിത്തിയോടുകൂടിയ ഒരു 2 മുറിയുള്ള വീട്ടിലാണ്, ഒരു വരാന്ത. ഏതോ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിവെച്ച ഒരു സെക്കൻഡ് ഹാൻഡ് കതക്, 4 പാളികളുള്ള കതകാണ് വീട്ടിൽ നിൽക്കുന്നത്. എനിക്ക് സംശയം തീരാഞ്ഞിട്ട് ഞാൻ ആ റോഡിൽ നിന്ന് തന്നെ ഇത് കണ്ട് ഒരാളോട് ചോദിച്ചു, അക്കാമച്ചെറിയാൻ്റെ വീട് ഇത് തന്നെയാണോ? അപ്പോൾ അയാൾ പറഞ്ഞു ഇത് തന്നെയാണ്. കയറി ചെന്നു, കതകിൽ മുട്ടിയപ്പോൾ അക്കാമച്ചെറിയാൻ വന്നു. കതക് തുറന്നു, ഒരു പാളി തുറന്നു. ബാല്യത്തിലാണ് എന്നെ കണ്ടിട്ടുള്ളത്. അവരും MLA ആയിരുന്നു. എൻ്റെ പിതാവ് സ്പീക്കറായിരുന്ന കാലത്ത് അവർ MLA ആയിരുന്നു. ഞാൻ കൈകൂപ്പി നമസ്കാരം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ആർവിയുടെ മകനാണ്? പറഞ്ഞു അതെ. ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ ഝാൻസി റാണിയുടെ ദർബാറിൽ ആകെയുള്ളത് ഒരു ചാരു ബെഞ്ചും പിന്നെ പഴയകാലത്തെ വീടുകളിലുണ്ടായിരുന്ന നടുക്ക് ദ്വാരമുള്ള ടൈപ്പ് ഒരു സ്റ്റൂളുമാണ്. അതാണ് രാജകൊട്ടാരം.
രാജ്ഞിയുടെ കൊട്ടാരം അതാണ്, ഝാൻസി റാണിയുടെ. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ ചാരുബെഞ്ചിലിരുന്നു. അകാമച്ചെറിയാനും തൊട്ടടുത്തിരുന്നു. എന്താണ് മോൻ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ട് വന്നതാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണമാണ്, അതിന് വരണമെന്ന് പറയാൻ പ്രത്യേകം അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നോട് അവർ പറഞ്ഞ മറുപടി, എൻ്റെ മോനെ നിൻ്റെ അമ്മയെങ്കിലും എന്നെ ഓർത്തല്ലോ എന്നാണ്. നിൻ്റെ അമ്മയെങ്കിലും എന്നെ ഓർത്തല്ലോ എന്നാണ്. സ്വാതന്ത്ര്യം കിട്ടി 25 വർഷമായപ്പോൾ ഝാൻസി റാണിയെ സർവരും മറന്നു, എല്ലാവരും മറന്നിരുന്നു. എന്നോട് പറഞ്ഞു അമ്മയോട് പറയണം ഞാൻ കുറേ കാലമായി കല്യാണങ്ങൾക്കോ ചടങ്ങുകൾക്കോ പോകാറില്ല. ഞാനത് സമ്മതിച്ചു. ഞാൻ പോകാൻ യാത്ര പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ അവർ പറഞ്ഞു നീ 1 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അവർ ഭിത്തി അലമാരിയിൽ അടപ്പില്ലാത്ത ഒരു ഷെൽഫുണ്ട്, അതിലെ ഓരോ ടിന്നുകൾ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും തരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്കൊന്നും വേണ്ട, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ച. പക്ഷെ അപ്പോൾ അവരതിന് പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അവരെന്നോട് പറഞ്ഞു മോനെ നിനക്ക് 1 കപ്പ് കാപ്പി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ 1 സ്പൂൺ പഞ്ചസാര പോലും ഇവിടെ എടുക്കാനില്ലല്ലോ എന്നാണ്. ഈ രാജ്യത്തെ ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ഒരു കഥ പറയാൻ പറ്റുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ സർവ്വതും ഹോമിച്ച ത്യാഗിനിയായ ഗാന്ധിജി പോലും ഝാൻസി റാണി എന്ന് വിളിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് വന്ന അവസാന കാലത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുല്യ ഘോഷിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. AICCയുടെ ട്രഷററായിരുന്നു 12 വർഷം. AICCയുടെ കീഴ്വഴക്കപ്രകാരം എത്ര ഫണ്ട് വരുന്നെന്നോ അതെങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിയും അക്കാലത്ത് പണ്ഡിറ്റ്ജിയും ട്രഷററും മാത്രമേ അറിയൂ, മറ്റാർക്കും അറിഞ്ഞുകൂടാ. അത് മുഴുവൻ ട്രഷററാണ് കൈകാര്യം ചെയ്യുന്നത്. നെഹ്റു ഒരിക്കലും പണത്തിൽ തൊട്ടിരുന്നില്ലല്ലോ. അദ്ദേഹം മരിച്ചപ്പോഴാണ് ഹിന്ദു പത്രം അദ്ദേഹത്തെ പറ്റി എഴുതി. മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അവർ കണക്ക് കൂട്ടി, ഹിന്ദു പത്രം വന്ന് 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കാലത്ത് അതുല്യ ഘോഷ് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ട്രഷറർ. അവർ കണക്ക് വെച്ചത് ഒരു ലോക്സഭാ സീറ്റിൽ 1 കോടി രൂപയാണ് അന്ന് ചെലവായി കണക്കാക്കപ്പെടുന്നത്. ഒരു ലോക്സഭാ സീറ്റിൽ 500 സീറ്റെന്ന് നമ്മൾ വയ്ക്കുക. 2000 കോടി രൂപയുടെ ചെലവിൻ്റെ കാവൽക്കാരനായിരുന്നു അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും. അങ്ങനത്തെ 4 തെരഞ്ഞെടുപ്പ്. മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആകെ ഉണ്ടായിരുന്നത് 780 രൂപ അദ്ദേഹത്തിൻ്റെ 24 പർഗാന ഡിസ്ട്രിക്ട് അവിടുത്തെ ബാങ്കിൽ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 790 രൂപയെന്നാണ് അന്ന് പത്രം പറഞ്ഞത്. ജീവിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള നിസാരമായ അന്നത്തെ പെൻഷൻ തുക കൊണ്ടാണ്. ഇങ്ങനെയുള്ളവരും നയിച്ച ഒരു കോൺഗ്രസ്സിലാണ് ഇന്ന് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതായിരുന്നു കോൺഗ്രസിൻ്റെ കൾച്ചർ. ദ ലീഡർഷിപ്പ് കൾച്ചർ ഓഫ് ദ കോൺഗ്രസ് വാസ് ദിസ്, നത്തിങ് എൽസ്. KP മാധവൻ നായർ സാറിനെ പറ്റി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇക്കണ്ട വാര്യരെ പറ്റിയും ഇവിടെ വന്ന് പറയേണ്ടതില്ല. അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, മരിച്ചത്? ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനും കോൺഗ്രസിനും കൊടുത്ത്
ദാരിദ്ര്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് കടത്തിൽ മുങ്ങിയാണ് അവരിൽ പലരും കടന്നുപോയത്. അപ്പോൾ ഇങ്ങനെ ഒരു വശവും കൂടി നമ്മൾ ഗാന്ധിജിയെ അനുസ്മരിക്കുമ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ബിക്കോസ് ദേ വെർ ഓൾ ദ ഡിസൈപ്പിൾസ് ഓഫ് ഗാന്ധി എന്നുള്ളതാണ്. അതാണ് വ്യത്യാസം. ഇവരൊക്കെ ഗാന്ധിജിയുടെ ശിഷ്യന്മാരായിരുന്നത് കൊണ്ട്, ഗാന്ധിജിക്ക് ശിഷ്യപ്പെട്ടിരുന്നത് കൊണ്ട്, ഗാന്ധി ഭക്തന്മാരായിരുന്നത് കൊണ്ടാണ് അവർക്ക് ബാങ്കിൽ നിക്ഷേപമില്ലാതെ കടമുണ്ടാക്കി മരിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ഗാന്ധിയൻ കൾച്ചർ എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഷിയാസിനും വിനോദിനും ജോയ്ക്കും ഡോക്ടർ ദിലീപ് കുമാറിനുമൊക്കെ ഈ സെമിനാർ വലിയ പുണ്യം നേടിക്കൊടുത്തിട്ടുണ്ട്. അവർ എന്തെങ്കിലും പാപം ചെയ്തു കൂട്ടാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഈ പുണ്യം വഴി അവർ അതെല്ലാം പരിഹരിച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധൈര്യമായി അവർക്ക് ഏത് സമയത്തും സ്വർഗത്തിൻ്റെ പടിവാതിലിൽ മുട്ടി വിളിക്കാനും, ആരെങ്കിലും തടഞ്ഞാൽ ഗാന്ധിജി തന്നെ വന്ന് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാനും ഇടവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഗാന്ധി സ്മൃതി സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ നിസ്സാര കാര്യമല്ലെന്ന് നമുക്കറിയാം. കോൺഗ്രസ് ഭരണത്തിലല്ലല്ലോ. ഫണ്ടുണ്ടാക്കാനുള്ള പ്രയാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഗാന്ധിജിക്ക് ആക്ഷേപം വരാത്ത തരത്തിൽ അതിമനോഹരമായി ഗാന്ധിയൻ പ്രദർശനത്തോടുകൂടി എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് അവർ ഈ ഒരാഴ്ചക്കാലത്തെ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു എന്നുള്ളതിൽ ഞാനും സന്തോഷിക്കുന്നു. ഇവരുടെ മാതൃക ഞങ്ങളുടെ കോട്ടയത്തും മറ്റ് DCCകളിലുമൊക്കെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.